ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 12:30 എന്തോ ആണ്, രാത്രിയാണ് ട്രെയിലർ ഇറങ്ങിയത്. അപ്പോൾ 3 മിനിറ്റ് എന്തോ ഉണ്ട് ട്രെയിലർ. അപ്പോൾ നമുക്ക് ട്രെയിലർ ഏതെങ്കിലും കാണാം, ട്രെയിലർ നമുക്ക് റിയാക്ഷൻ ചെയ്യാം. അപ്പോൾ എന്താ രാത്രി റിലീസ് ചെയ്യുമെന്ന് അറിയത്തില്ല, ട്രെയിലർ രാത്രിയായിരുന്നു. ഞാനപ്പോൾ വെറുതെ ആയിട്ട് നോക്കിയപ്പോൾ സാധനം വന്ന് കിടക്കുന്നു. അപ്പോൾ തന്നെ എടുത്ത് കണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റിയാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं हो, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. സ്വന്തം उसकी आंखें सब देख रही है. സ്വന്തം ലൂസിഫർ. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്. വന്നിട്ടേ വന്നു മോഹൻലാൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ആശ്രയിക്കാൻ. Because the enemy of an enemy is a friend. Super Lucifer. പൃഥ്വിരാജ്. ഡയറക്ടർ സയ്യിദ് മസൂദ്. പൃഥ്വിരാജ്. We have to end this war. Oh man, So Stephen, come back. Save your land. Save Come back. God's own country. God's own country. Oh man, പൊളി. ഹെലികോപ്റ്റർ, വെടി, പുക. പൊളി. സൂപ്പർ. ഇത്ര ഫ്രെയിമുകളാണ്. എമ്പുരാൻ. But answer this one question. 2L2. Who are you really? എമ്പുരാൻ. Lucifer. പൃഥ്വിരാജ്, സുകുമാരൻ. കൊള്ളാലോ. കേസപ്പം അത്രേ ഉള്ളൂ. 27-ാം തീയതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടു. പൊളിയായിരുന്നു. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി ലെയേഴ്സ് ഉണ്ട് സിനിമയ്ക്ക്. അപ്പോൾ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായി. 3 മിനിറ്റ് ഉണ്ടായിരുന്നു ട്രെയിലർ. കുറേ സമയം ഉണ്ടായിരുന്നു. എല്ലാ സംഭവങ്ങളും നമുക്ക് ഏകദേശം കാണാൻ പറ്റി. ഇറാഖിലും വേറെ രാജ്യത്ത് ഇഷ്ടം പോലെ സീൻസ് ഉണ്ട്. പിന്നെ കേരളത്തിലും ഒരുപാട്. പിന്നെന്താ, ഹിന്ദി നടന്മാരും പിന്നെ സർപ്രൈസ് വല്ലതും ഉണ്ടായിരിക്കും, നമ്മൾ ട്രെയിലറിൽ കാണിച്ചിട്ടില്ലായിരിക്കും. പിന്നെ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയ്ക്കകത്ത് നല്ല റോളുണ്ട്. എക്സ്ട്രാ ക്യാരക്ടറിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ.
ബ്രില്യൻ്റ് ആണ്. ഇത്ര എങ്ങനെയല്ലേ ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ക്യാരക്ടറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് എഴുതി സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഹിറ്റാവോ വിജയിക്കുമോ എന്നും. വിജയിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ലൂസിഫറിൻ്റെ പോലെ തന്നെ എമ്പുരാനും നല്ല ഹിറ്റാകട്ടെ. അപ്പോൾ നമുക്കാരും അടുത്ത മൂവി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കത്തില്ല അത്. ഓക്കെ, അപ്പോൾ ട്രെയിലർ ഏതായാലും നമ്മൾ കണ്ടു, റിയാക്ഷൻ ചെയ്തു. പൊളി ട്രെയിലറായിരുന്നു, നല്ല പൊളിയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. खत्म, बाय बाय, टाटा, गुड बाय, गया.